ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഞങ്ങളിങ്ങനെ അപമാനിക്കാൻ നിന്നാലേ തിരിച്ചടിയുണ്ടല്ലോ, ഭയാനകായിരിക്കും കേട്ടോ. അച്ഛനോ അമ്മയെന്നുള്ള യാതൊരു പരിഗണനയും ഞങ്ങൾ തരില്ല. ഹലോ, എന്റെ കക്ഷി ഭീഷണിപ്പെടുത്താണ്. അത് വകുപ്പ് വേറെ ആവും. അങ്ങനെ വല്ലതും ഉണ്ടായിട്ടുണ്ടോന്ന്? ഇല്ല. ഇല്ല. വക്കീലിനോടും ഡോക്ടറോടും കള്ളം പറയരുത്. മാനസിക പീഡനം ചെയ്തു എന്ന് പറഞ്ഞൂടെ? അല്ല, വക്കീലിനെന്താ രസിക്കാത്തൊരു ഭാവം? രസിക്കാത്തത് കൊണ്ട് തന്നെ വർക്ക്ഷോപ്പ് ഇരിക്കുന്ന വസ്തു നിങ്ങളുടെ പേരിലാക്കി തരാമെന്നേ ഞാൻ ഏറ്റിട്ടുള്ളൂ. വർക്ക്ഷോപ്പ് നടക്കുമ്പോ ഗുണ്ടകളെ കൂട്ടിച്ചെന്ന് സ്ഥാപനം കയ്യേറാനോ ജീവനക്കാരെ അടിച്ചു തകർക്കാനോ ഞാൻ പറഞ്ഞിട്ടില്ല. വിനു എന്ന ഭിന്നശേഷിക്കാരനെ ക്രൂരമായി മർദ്ദിച്ച് ആശുപത്രിയിലാക്കിയെന്നും വക്കീൽ നോട്ടീസിലുണ്ട്. ഇതിൽ പറയുന്നൊക്കെ ശുദ്ധ അസംബന്ധമാണ് എന്റെ വക്കീലെ. ഞങ്ങളെ ദ്രോഹിക്കാൻ വേണ്ടി തട്ടിവിടുന്ന നുണകളാണ്. ഞങ്ങൾ അവകാശം മാത്രമേ ചോദിച്ചിട്ടുള്ളൂ, മറ്റൊരു ഉപദ്രവം ചെയ്തിട്ടില്ല. അച്ഛന്റെ കയ്യിലിരിപ്പ് കാരണം മറ്റാരെങ്കിലും ഗുണ്ടകളെ അയച്ചിട്ടുണ്ടാവും. അത് ഞങ്ങൾ അയച്ചതല്ല. പ്രകാശും മനോജും അത് ചെയ്യിക്കുന്നത് കണ്ടവരുണ്ടല്ലോ. വൃത്തികേട് ചെയ്യുന്നതും വൃത്തിയായിട്ട് ചെയ്യാൻ പഠിക്കണം. വക്കീലേ ഒരുമാതിരി പള്ളിയിലച്ചനെ പോലെ സംസാരിക്കരുത്. പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴാ വക്കീലിലേക്ക് തേടി വരുന്നത് തന്നെ. ശരി, ആയിക്കോട്ടെ. ഈ കേസിന് പ്രത്യേകം ഫീസ് വേണം. പ്രത്യേക ഫീസോ? നോട്ടീസ് അയച്ചപ്പോ ഞങ്ങള് വക്കീലിന് ഫീസ് തന്നായിരുന്നല്ലോ. നോട്ടീസ് അയക്കുന്നതിന് ഒരു ഫീസുണ്ട്. അത് തിരികെ വരുമ്പോ അതിന് മറ നോട്ടീസ് അയക്കാനും ഒരു ഫീസുണ്ട്. അത് ഇപ്പൊ കിട്ടണം. അതെ, മനോജ് തന്നോളൂ. ഇനി കോടതി കാണാം. ആക്സിഡന്റ് പറ്റിയതാണോ? ഞാൻ ജേക്കബിനോട് പറഞ്ഞതാ ആ ബൈക്ക് വിട്ടിട്ട് ഒരു ചെറിയ കാർ എടുക്കാൻ. കേൾക്കണ്ടേ? ഇന്നത്തെ കാലത്ത് ഈ ടൂ വീലർക്ക് അപകടമാ ജേക്കബേട്ടാ. അതിനിത് ബൈക്കിന്ന് വീണതല്ലോ. പിന്നെന്ത് പറ്റിയതാ? ഞാൻ ഏതോ ഒരു പെണ്ണിട്ട് സംസാരിച്ചെന്ന് പറഞ്ഞ് ഏതോ ഒരു തമ്മൻ തലയടിച്ച് പിടിച്ചിട്ട് പോയി. എന്റെ ജേക്കബ് സാറേ, ഈ തല പൊട്ടിയിരിക്കുന്ന സമയത്തും ഈ കോമഡിയൊക്കെ വേണോ? ഇവിടെയുള്ള പെണ്ണുങ്ങളുടെ മുന്നിൽ നാണം കെടാതിരിക്കാൻ വേണ്ടി ആക്സിഡന്റ് ആണെന്നൊന്നും പറയണ്ട. സത്യം പറ, ബാത്റൂമിൽ വീണതല്ലേ? എന്റെ പൊന്ന് ചങ്ങായിമാരെ, ഞാൻ പറയുന്ന സത്യമാ. അവന്റെ പെണ്ണോട് ഞാൻ സംസാരിച്ചെന്ന്. പിന്നെ ഇനി അവളെ കാണുകയോ സംസാരിക്കുകയോ ചെയ്താ എന്റെ ജീവൻ എടുക്കുന്ന ഭീഷണി. ഏതാ പെണ്ണ്? ആരാണെന്ന് എനിക്ക് അറിയ പോലുമില്ല. തല്ലിയ ആളിനെ കണ്ടില്ലേ? അതല്ലേ രസം. പിറകിന്നുള്ള ആക്രമണമായിരുന്നേ. തലയിൽ കൂടെ മുണ്ടുവിട്ട് അടിയോടടി. താഴെ വീണ് ഞാൻ തലയിലെ മുണ്ട് പറ്റി നോക്കിയപ്പോ അയാള് പോയി. അതാര്, മായാവിയോ? ഇത് മായാവിയും കുട്ടിച്ചാത്തനും ഒന്നുമല്ല. അടിച്ച ആളെ എനിക്ക് നന്നായിട്ടറിയാം. തലയിൽ കൂടെ മുണ്ടിട്ട് മുഖം കാണാതെ അടിക്കണമെങ്കിൽ ഒരാൾക്കേ പറ്റൂ. ആട് തോമ, നമ്മുടെ ലാലേട്ടൻ. ഒന്ന് പോടാ.
ലലിത. വിക്രം വിക്രം എന്നെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. ജേക്കബിനെ ആക്രമിച്ചത് അയാളായിരിക്കും. വിക്രം ഒരു മിനിറ്റേ. ഹൈക്കോടതിയിലെ ക്രിമിനൽ ലോയർ ഷേണായി സാറാ വിളിക്കുന്നേ. ഇപ്പൊ വരാം. ഓ ആ സാർ പറഞ്ഞോളൂ സാർ. അത് ദേ നിൽക്കുന്നു നമ്മുടെ ശത്രു. അല്ല, മക്കളെ ശത്രുവായി കണ്ട നമ്മുടെ അച്ഛൻ നിൽക്കുന്നു. ഒന്ന് പോയി ആ മുഖതാപൊക്കെ ഒന്ന് കണ്ട് 2 വർത്താനം പറഞ്ഞിട്ട് വരാം. വാ. ഞാൻ പറഞ്ഞിരുന്നല്ലോ, കാര്യങ്ങൾ പറഞ്ഞാൽ മതി, എല്ലാം ശരിയാവും. നമുക്ക് പറഞ്ഞു നോക്കാം. അച്ഛാ, അച്ഛനത് എന്ത് ഭാവിച്ചിട്ടാ? വയസ്സുകാലത്ത് വയ്യാതായി കിടക്കുമ്പോ ദാ ഞാനും ഈ മനോജൊക്കെ കാണുള്ളൂ. അച്ഛാ, ഇനി ഇതിന്ന് പിന്തിരിയാൻ സമയമുണ്ട്. പെട്ടെന്നൊരു ആവേശത്തിന് എടുത്തു ചാടിതാന്ന് അറിയാം. പക്ഷെ ഒന്ന് ഓർക്കണം, എത്ര നീന്തിയാലും കരക്കടിയില്ല, വെള്ളം കുടിച്ച് ചാവും. അച്ഛന്റെ ഈ ചിരിയുടെ അർത്ഥേ ഞങ്ങക്ക് മനസ്സിലാവുന്നുണ്ട്. അച്ഛാ, വിനാശകാലേ വിപരീത ബുദ്ധിന്ന. ഞങ്ങളിങ്ങനെ അപമാനിക്കാൻ നിന്നാലേ തിരിച്ചടിയുണ്ടല്ലോ, ഭയാനകായിരിക്കും കേട്ടോ. അച്ഛനോ അമ്മയെന്നുള്ള യാതൊരു പരിഗണനയും ഞങ്ങൾ തരില്ല. ഹലോ, എന്റെ കക്ഷി ഭീഷണിപ്പെടുത്താണ്. അത് വകുപ്പ് വേറെ ആവും. എന്നാടോ ഇത് തന്റെ കക്ഷിയായത്? ഞാനും ഈ നിൽക്കുന്ന എന്റെ അനുജൻ മനോജും ജനിച്ചന്നു മുതൽ ഈ നിൽക്കുന്ന ആളുടെ മക്കളാ. അത്രയും വലിയ ബന്ധമൊന്നും തനിക്കേ ഈ കക്ഷി ബന്ധത്തിൽ ഇല്ലല്ലോ. കൊള്ളാം. ബന്ധങ്ങൾ ഇങ്ങനെ വിളിച്ചു പോകാൻ മാത്രമുള്ളതല്ല, ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റാനും കൂടിയുള്ളതാ. അതില്ലാതെ വരുമ്പോ ചിലപ്പോ കോടതി കയറേണ്ടി വരും. ഞങ്ങളുടെ അച്ഛനോടാ സംസാരിക്കുന്നത്. അതിൽ വക്കീൽ ഇടപെടണ്ട. ഇത് കോടതിയെ. ഇതിനകത്ത് ചിലപ്പോ എന്റെ കക്ഷിക്ക് വേണ്ടി ഞാനായിരിക്കും സംസാരിക്കുക. എന്റെ കക്ഷി മാധവൻ സംസാരിക്കുന്നത് ജഡ്ജിയോട് മാത്രമായിരിക്കും. ആയിക്കോട്ടെ, എന്താ കേസ് നിന്ന് വിശദമാക്കാമോ? മിസ്റ്റർ പ്രകാശൻ, നിങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ ഞാൻ നിങ്ങൾ വെച്ച വക്കീലല്ല, ഈ നിൽക്കുന്ന മാധവൻ നായരുടെ വക്കീല്. കോടതി തുടങ്ങാൻ സമയമാവുന്നു. ഞാൻ കാര്യങ്ങളും വകുപ്പുകളും ഒക്കെ വിശദമായിട്ട് അകത്ത് സംസാരിച്ചോളാം. എന്നാലും കാര്യങ്ങൾ ഞങ്ങൾക്കൊന്ന്. അതെ, വരൂ, വരണം. വരണം സർ. മാനത്തെ കൊട്ടാര